ദൈവക്രോധ തീയിൽ നീയും വെന്തരിഞ്ഞു ചാകരുത്, നിത്യതീയിൽ വീഴരുത്. ദൈവക്രോധ തീയിൽ നീയും വെന്തരിഞ്ഞു ചാകരുത്, നിത്യതീയിൽ വീഴരുത്. ഇന്നു തന്നെ രക്ഷ നേടുക, ഇന്നു തന്നെ രക്ഷ നേടുക. ഇരിക്കുന്നോ? ഇരിക്കുന്ന ഞാൻ ബാക്കി കൂടെ പറയാം. എന്നാ എന്താ പാസ്റ്റർ നല്ല മൂഡിലാന്ന് തോന്നുന്നു. അപ്പനെ പോലെ തന്നെ മകനും ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ച് പുതുപ്പള്ളിക്കാർ മനസ്സു തുറന്ന് വോട്ട് ചെയ്തു തങ്ങൾക്ക് ഒരു ജനനേതാവിനെ നിയമിക്കുവാൻ. ലഭിച്ചതോ നിരാശ മാത്രം. ആ മകൻ ഇപ്പോൾ തനിക്ക് ബോധിച്ച വഴിയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്നേഹം കൊണ്ട് ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നവൻ, സ്വന്തം സൗന്ദര്യം നോക്കാതെ തനിക്ക് ലഭിച്ച പദവിയുടെ ബഹുമാനം മറന്ന് ജനത്തെ സേവിച്ചവൻ, രാത്രി വൈകിയും ജനത്തിൻ്റെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കി ഒപ്പുവെച്ചവൻ, അതിൻ്റെ മധ്യത്തിലും ഞായറാഴ്ചയായാൽ സ്വന്തം പള്ളിയിലേക്ക് വന്ന് സാധാരണക്കാരനെ പോലെ നിന്ന് ദൈവത്തെ ആരാധിച്ചു പോയ സാധാരണ ക്രിസ്ത്യാനി. അതെ, ആ മഹാവ്യക്തിയെക്കുറിച്ച് പറയുവാൻ സവിശേഷതകൾ ഏറെയാണ്. ഇരുന്നാട്ടെ, ഞാൻ ചില കാര്യം പറഞ്ഞു തരാം. സ്തോത്രം. ഇനി ഇടയ്ക്ക് ഓടിപ്പോരത്തില്ല. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചോണം. അതൊക്കെ വിടാം. ഇത് പറഞ്ഞേച്ചേ, യേശു മാത്രമാ രക്ഷകൻ, മറ്റൊരുത്തൻ രക്ഷയില്ല. അന്തും ബന്ധം കാണിച്ചു അന്തും ബന്ധം ഒന്നും പറയരുത്. യേശു മാത്രമാ. നരകത്തിൽ പോകരുത്, സ്വർഗത്തിൽ പോകണം. സ്വർഗത്തിൽ പോകാൻ ഒറ്റ വഴിയുള്ളൂ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചോണം. യേശു മാത്രമാ ദൈവം, മറ്റൊരുത്തൻ രക്ഷയില്ല. ജനപ്രതിനിധിയെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, എന്നെയും സ്നേഹമാണെന്ന് എനിക്കറിയാം. മറിയാമ്മ കൂടെ പറയുന്നുണ്ടെന്നൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അച്ചായനും എന്നെ ഒരിക്കൽ കാണണമെന്ന് ചിന്തിച്ചു, പക്ഷെ ഒത്തില്ല. ഞാൻ പ്രാർത്ഥിച്ചു. എന്നാൽ എനിക്ക് പറയാനുള്ളത് യേശു ക്രിസ്തു മാത്രമാ രക്ഷകൻ. യേശു മാത്രമാ രക്ഷകൻ. നരകവുമുണ്ട്, സ്വർഗവുമുണ്ട്. നരകത്തിൽ ചാകാത്ത പുഴു കെടാത്ത തീയുമുണ്ട്. സ്വർഗത്തിൽ പോകണം. സ്വർഗത്തിൽ പോകാൻ ഒരു ഒറ്റ മാർഗമേ ഉള്ളൂ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. വീണു പോയവരുടെ വീഴ്ചയെ ആഘോഷമാക്കി വിമർശിക്കുന്നവർ ക്രിസ്ത്യൻ സമൂഹത്തിൽ പെരുകി വരുന്നു. അവരെ ശവപ്പറമ്പിൽ എറിഞ്ഞു കളഞ്ഞ് അവരുടെ മേൽ കൽക്കൂമ്പാരം കൂട്ടുന്നത് ആത്മീയ ലോകത്തിന്റെ സ്വഭാവമാണ്. എന്നാൽ വഴിതെറ്റിപ്പോയതിനെ മടക്കി കൊണ്ടുവരിക, കാണാതെ പോയതിനെ അന്വേഷിച്ചു കണ്ടെത്തുക, മുറിവേറ്റതിനെ ശത്രുത്വത്തിലാക്കുക എന്നിങ്ങനെയുള്ള പെന്തക്കോസ്തിന്റെ സ്വഭാവം തീരെ മങ്ങിപ്പോയിരിക്കുന്നു. വിമർശിക്കുന്നവർ ഒരു നേരമെങ്കിലും ഇവരുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുകയോ കരയുന്നവരോ ആണോ എന്ന് ഞങ്ങൾ സ്വയം ചോദിക്കാറുണ്ട്. പക്ഷെ എൻ്റെ പിതാവ് ഒരു കാര്യം പറഞ്ഞിരുന്നു, ഞാൻ ഒരു സാധാരണക്കാരനായി ജനിച്ചു, ഞാൻ ഒരു സാധാരണക്കാരനായി ജീവിച്ചു, ഞാൻ ഒരു സാധാരണക്കാരനായി മരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിൻ്റെ ആദരവ് മാത്രം വേണ്ട എന്ന് വെച്ചു. കാരണം അദ്ദേഹം എന്നും ഒരു സാധാരണക്കാരനായിരുന്നു. അപ്പൻ മാന്യനായ ക്രിസ്ത്യാനി ആയിരുന്നതുകൊണ്ട് മകനും അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് ജനം പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഒരിക്കലും അത് സാധ്യമല്ല. കാരണം അപ്പൻ കടന്നുപോയ പാതകളിലൂടെ മകൻ ഒരിക്കലും സഞ്ചരിച്ചിട്ടില്ല. ദാവീദ് എന്നൊരു വ്യക്തിയെ നമുക്ക് വചനത്തിൽ വായിക്കുവാൻ കഴിയും. താൻ അനുഭവിച്ച കഷ്ടങ്ങൾ, നിന്ദകൾ, അപമാനങ്ങൾ, ഭയങ്ങൾ, ഒറ്റപ്പെടുകളിലൊക്കെ തൻ്റെ മകൻ ശലോമോൻ ഒരിക്കലും ജീവിതത്തിൽ അനുഭവിച്ചിരുന്നില്ല. അനവധി യുദ്ധങ്ങൾ ചെയ്ത് യഹോവയിൽ നിന്നും സാക്ഷാൽ ജയം പ്രാപിച്ചവൻ, ദൈവത്തോട് പറ്റിയിരുന്ന അനവധി സങ്കീർത്തനങ്ങൾ എഴുതിയവൻ. എന്നാൽ ശലോമൻ എന്ന തൻ്റെ മകന് ഇതൊന്നും പരിചയമില്ലായിരുന്നു. ദൈവത്തിനൊരാലയം പണിയണമെന്ന് ദാവീദ് ആഗ്രഹിച്ചുവെങ്കിലും രക്തച്ചൊരിച്ചിലുള്ള കരം കൊണ്ടാകരുത് എന്ന് ദൈവം വിലക്കി. സമാധാനമുള്ള സ്വസ്ഥതയുള്ള ഒരു മകനെ, അതേ ശലോമോനെ തന്നെ ദൈവം അവന് ദാനം ചെയ്തു. ശലോമോന്റെ കാലത്ത് സ്വസ്ഥയും സമാധാനവും നിറഞ്ഞു നിന്നതുകൊണ്ട് തൻ്റെ അപ്പൻ്റെ ദൈവം ആരെന്നുള്ളത് ശലോമോൻ ഒരിക്കലും അനുഭവിച്ചിട്ടില്ല. ദൈവം തന്നെ കൊണ്ട് ആലയം പണിയിച്ചുവെങ്കിലും ദൈവത്തെക്കുറിച്ച് പറയുവാൻ, യഹോവയാം ദൈവത്തെക്കുറിച്ച് തന്നെ പറയുവാൻ ശലോമോന് പ്രത്യേകിച്ച് ഒന്നുമില്ല. 2 ദിനവൃത്താന്തം 6 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ശലോമോൻ എടുത്തു പറയുന്നത്, എൻ്റെ അപ്പനായ ദാവീദിനോട് തിരുവായി കൊണ്ട് അരുളി ചെയ്തത് തൃക്കൈ കൊണ്ട് പ്രവർത്തിക്കുന്ന ദൈവമേ എന്നല്ലാതുകൊണ്ട് തനിക്ക് തൻ്റെ ദൈവത്തെക്കുറിച്ച് പറയുവാൻ ശലോമോന് ഒന്നുമേയില്ല. കാരണം ദാവീദ് അനുഭവിച്ച തിക്ത അനുഭവങ്ങൾ ശലോമോൻ ഒരിക്കലും അനുഭവിച്ചിട്ടില്ല. തങ്കൽ ഭക്തിയോടെ ജീവിക്കുന്ന തൻ്റെ ഭക്തന്മാർക്ക് 1000 തലമുറ വരെ
തലമുറ വരെ അവൻ ദയ കാണിക്കുന്ന ദൈവം, അവൻ കരുണ കാണിക്കുന്ന ദൈവമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. അങ്ങനെ നന്മ അനുഭവിക്കുന്ന വലിയൊരു കൂട്ടം ഇന്ന് പെന്തക്കോസ്ത് സമൂഹത്തിലുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഏത് മതത്തിൽപ്പെട്ട വ്യക്തി മരിച്ചാലും ആ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ അവർ ജീവിക്കുന്നു എന്നുള്ളതാണ്. ഏത് ദൈവത്തിൽ വിശ്വസിച്ചാലും കുഴപ്പമില്ല എന്നുള്ളത് എൻ്റെ തെറ്റിദ്ധാരണയായിരിക്കാം തന്നെ വഴിതെറ്റിച്ചത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ക്രിസ്തുവിൽ മരിക്കുന്നവർ മാത്രമാണ് ജീവിക്കുന്നത്. കാരണം മരിച്ചിട്ട് അടക്കം ചെയ്ത് ഉയർത്തെഴുന്നേറ്റ് യേശു മാത്രമാണ് സാക്ഷാൽ പുനരുത്ഥാനവും ജീവനും. കറിയാച്ചൻ പ്രാർത്ഥിച്ചു വിടും. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥനായ നല്ല കർത്താവേ, ഞങ്ങളുടെ ദേശത്തിന് നല്ല നേതൃത്വം നൽകുവാൻ ദൈവത്താൽ അയക്കപ്പെട്ട പ്രിയ നിന്റെ മകനെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. യേശു മൂലം പിതാവേ, പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പ്രാർത്ഥിച്ചോളാം. ഈ പ്രാർത്ഥനയ്ക്ക് സ്വർഗവും ആമേൻ പറയട്ടെ. നീതിമാന്റെ മകനാകൊണ്ട് തന്നെ നശിച്ചു പോകാതെ മടങ്ങി വന്ന് സത്യമറിഞ്ഞ് ഇസ്രായേലിന്റെ ദൈവം മാത്രം, യേശു മാത്രമാണ് സത്യമെന്ന് ഏറ്റുപറയുന്നത് കാണുവാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. സമരം കൊണ്ടും ഫലമില്ല, കൈരോവായും ഗുണമില്ല. സമരം കൊണ്ടും ഫലമില്ല, കൈരോവായും ഗുണമില്ല. തരണക്കാരും മരണം വരുമ്പോൾ മോങ്ങി മോങ്ങി കരയുമേ.